ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഒരു മീൻ മപ്പാസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ മീനാണ് ഇത്. ഇതിൻ്റെ പേര് തിലോപ്പിയ എന്ന മീൻകാരൻ പറഞ്ഞത്. മപ്പാസ് വെക്കാൻ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മപ്പാസ് ചെയ്താലോ എന്ന് വിചാരിച്ചു. എന്നാൽ ഇത് ചെയ്യാം. നമുക്കിപ്പം ആദ്യം ഈ മീനെ കുറച്ച് സാധനങ്ങൾ ചേർത്തൊന്ന് പുരട്ടി കുറച്ചു നേരം വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി പരിപാടികളൊക്കെ. അതിന് ഞാനൊരു 1/2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മളൊരു കുറച്ച് നാരങ്ങ നീരോടെ ചേർത്ത് ഇതിനെ ഒന്ന് എല്ലാം കൂടെ ചേർത്തൊന്ന് ഈ മീനെ ഒന്ന് പുരട്ടി വെക്കാം. കുറച്ച് മസാല ചേർത്ത് ആദ്യം ഒന്ന് പുരട്ടി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം. എന്നിട്ടാണ് പിന്നെ ബാക്കി അതിൻ്റെ കൂട്ടുകളല്ലാതെ ഇങ്ങനെ ഒന്ന് പുരട്ടി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് മീനെ ഒന്ന് വറുത്ത് കൊടുക്കാം. ചൂടായ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണേ. മീനെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ മീന് ഫ്രൈ ആയിട്ടുണ്ട്. നല്ല മുരിഞ്ഞ് ഫ്രൈ ആവണ്ട, എന്നാലും കുറച്ച് ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് വേണ്ട മപ്പാസിനുള്ള സാധനങ്ങൾ ഞാനൊരു വലിയ സബോള എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പിന്നെ തക്കാളി ഒരെണ്ണം, ഒന്നുകൂടെ വേണം, അത് ലാസ്റ്റ് ചേർക്കാനാണ്. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, തേങ്ങാപ്പാലിന് വേണ്ടി. അപ്പം ബാക്കി ചെയ്യുന്നത് കാണിക്കാം. നമ്മൾ മീൻ ഫ്രൈ ചെയ്ത ആ എണ്ണയിൽ തന്നെ നമുക്ക് അതിൽ നിന്ന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ സബോളയും ഇതൊക്കെ ഒന്ന് വഴറ്റാം. സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കണം. ഈ മപ്പാസിന് വേണ്ടി കുറച്ച് തേങ്ങാപ്പാൽ വേണം. ഞാൻ ഈ തേങ്ങ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാലാക്കി എടുക്കുക. നമ്മുടെ സബോള വഴന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാല 1/2 സ്പൂൺ. എല്ലാം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം ആ തക്കാളി ഒന്ന് വഴന്നു വരട്ടെ. ഇതെല്ലാം കൂടി ചേർന്ന് നമ്മുടെ സബോള എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം.
ഉപ്പൊക്കെ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കണം. ഇതാ ഒരുമാതിരിയൊക്കെ സെറ്റായി. നമുക്കിനിയിപ്പം ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് മീനെടുത്ത് വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ തക്കാളിയുടെ ഇതിനകത്ത് പറക്കിയിട്ട് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് ഒരല്പം കടുക് പൊട്ടിച്ചൊഴിക്കാം. അതിന് ഞാൻ എണ്ണ ഒഴിച്ചു, കുറച്ച് ഉലുവ ഇട്ടു, കുറച്ച് കടുക് ഇട്ടു, കുറച്ച് കറിവേപ്പില ഇട്ടു, കുറച്ച് ഉള്ളി ഇട്ടു, മീൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വറുത്ത് വെച്ച കടുകെല്ലാം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അടിപൊളി മീൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണേ, ഒരു രക്ഷയില്ല. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി ഓൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.